രാജു നീ വന്നേ. എന്ത് എന്താ മാറ്റർ? നീ ഇനി വന്നേ, ഒന്ന് നോക്കി. നിന്നെ കുറിച്ചുള്ള റൂമറാ. എവിടെ നോക്കട്ടെ. എന്ത് റൂമറാടാ? എവിടെ നോക്കട്ടെ. ഇത് ഫോട്ടോഷോപ്പാ, അത് മനസ്സിലാവും. ബട്ട് ഇത് ചെയ്യാൻ അവക്കെൻ്റെ ഈ പിക്സ് ഒക്കെ എവിടെ നിന്നാ കിട്ടിയേ? ഇതൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉള്ളതാ. അത് അവക്കെങ്ങനെ കിട്ടി? எங்கே உன்னோட ப்ரொடியூசரும் டேரக்டரும் பார்க்கவே இல்லை. പപ്പയും അമ്മയും പിന്നെ വലിയേട്ടനും കൂടി എന്തോ ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി ന്യൂയോർക്കിൽ പോയേക്കാം. ഒരു 2 ദിവസം കഴിയുമ്പം ഇങ്ങ് വരും. ഓ ഐ സി. അല്ല, നിങ്ങൾ രണ്ടും എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ടേക്ക്? ഏയ് അതൊന്നുമില്ലടി. നീ ഓക്കെ അല്ലേ? ആണല്ലോ. എന്താ? ഒന്നുമില്ല. അത് എടി, എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ നീ ഒന്ന് കാര്യം പറയുന്നുണ്ടോ? ഇവ വേറെ എന്താ കാര്യം ഞാൻ சொல்றேன். ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യാൻ? ഞാൻ ഇനി ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ചെയ്യാൻ പോകുന്നു. അല്ലാതെ ഇതിന്റെ പിറകെ നടക്കാനൊന്നും എനിക്ക് ടൈമില്ല. അത് ശരിയാ, ഇതിന്റെ പിറകെ നടക്കാൻ നിന്നാ പിന്നെ ഇതിനെ ടൈം കാണത്തുള്ളൂ. ഐഡൽസിന്റെ കാര്യം ഇതിനെക്കാട്ടി കഷ്ടം. അവര് ഒരേ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നു, ഒരേ ശ്വാസം ശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും റൂമേഴ്സ് വരുന്നത്. അവരിപ്പം തുപ്പിയാലും തുമ്മിയാലും എന്നാ ഉദ്ദേശിച്ചേ? തുപ്പിയാലും തുമ്മിയാലും അവർക്ക് റൂമേഴ്സാ. എടാ, എന്തായാലും നീ ഇത് ഡിനൈ ചെയ്തോണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടേ പറ്റത്തുള്ളൂ. ഇത് ഇപ്പൊ തന്നെ വൈറലായിരിക്കുക. നിന്റെ ഡാഡ് അറിഞ്ഞാൽ ഇപ്പം അറിഞ്ഞ് കാണും. പിന്നെ ഇത് കാരണം നമുക്ക് കുറേ ഡീൽസും ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ. ഡീൽസിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ അവർ പറഞ്ഞ് വാ കഴിക്കുമ്പോൾ അങ്ങ് നിർത്തിക്കോളും. അപ്പോൾ അച്ചു ഇത് കൊണ്ട് തെറ്റിദ്ധരിച്ചാലോ? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല അച്ചു ചേച്ചി ഇത് വിശ്വസിക്കുമെന്ന്. പ്രത്യേകിച്ച് അച്ചു ചേട്ടൻ പറഞ്ഞല്ലോ മിക്ക ഫോട്ടോസും ഇത് അച്ചു ചേച്ചീനോടുള്ളതാണെന്ന്. സോ അത് അച്ചു ചേച്ചീനെ കാണുമ്പോൾ മനസ്സിലാവല്ലോ. പിന്നെ വേണമെങ്കിൽ അച്ചു ചേച്ചിക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. എന്തായാലും ഞാൻ അച്ഛനെ കണ്ട നേരിട്ടൊന്ന് സംസാരിക്കാം. ഇതായിരുന്നു ഞാനങ്ങ് ടെൻഷൻ അടിച്ച് പോയല്ലോ. ഞാൻ കണ്ടായിരുന്നു. കഴിവ് തന്നെയല്ലേ, ഒറിജിനൽ പോലും തോറ്റു. പിന്നെ ഇതൊന്നും വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടിയല്ല. അതുമല്ല, അതിലുള്ള മിക്ക ഫോട്ടോസും അവളുടെ സ്ഥാനത്ത് ഞാനാ ഒറിജിനലി ഇരിക്കുന്നത്. ഇപ്പോഴൊരു സമാധാനമായത്. ഞാൻ കരുതി നീ അത് കണ്ട് വിഷമിച്ചിരിക്കായിരിക്കുമോ. ഞാൻ അപ്പോൾ சொன்னேன்ல നമ്മ അച്ചു ഇതെല്ലാം നമ്പ മാട്ടാന്ന്. അത് ശരി, നീ എവിടെയെങ്കിലും പോവുകയാണോ? യപ്പ്, അജുവിൻ്റെ അടുത്തോട്ട്. അജു എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഐ തിങ്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കും അജു ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക. സോ ഞാനൊന്ന് പോയി ചുമ്മാ കളിപ്പിച്ചിട്ട് വരാം. കളിപ്പിക്കുന്നതൊക്കെ കൊള്ളാം. അപ്പടി ലവ് കൂടെ சொல்லிடு. അച്ചു, നീ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയതൊക്കെ കണ്ടായിരുന്നോ? കണ്ടല്ലോ. ലുക്ക്, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. ഞാനും ജീനയും. എൻ്റെ അടുത്ത് എന്തിനാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അപ്പോൾ നിനക്ക് അത് കണ്ടിട്ട് ഒന്നും തോന്നിയില്ലേ? എൻ്റെ അടുത്തൊന്നും ചോദിക്കാനും തോന്നുന്നില്ലേ? ഇല്ല. നീയും ജീനയും റിലേഷൻഷിപ്പിലായ ഇപ്പോൾ എനിക്കെന്താ? നിനക്ക് ഒന്നുമില്ലേ? ഇല്ലെന്നേ. നീ റിലേഷൻഷിപ്പിലാവുന്നതിന് എനിക്കെന്താ പ്രശ്നം? എനിക്കൊന്നുമില്ല. ഓ, സോ യു ഡോണ്ട് കെയർ? നോ. അജു അജു വിട്. നീ എന്താ കാണിക്കുന്നേ? സോ യു ഡോണ്ട് കെയർ? ഞാൻ ആരോടെ റിലേഷൻഷിപ്പിലായാലും നിനക്കൊന്നുമില്ലല്ലേ? അല്ലേ? അജു ഓക്കെ ദെൻ, ആ റൂമേഴ്സ് എല്ലാം സത്യം. ഞാനും ജീനയും റിലേഷൻഷിപ്പിലാണ്. ഉടനെ നമ്മുടെ കല്യാണം ഉണ്ടാവും. ഇപ്പോഴും നിനക്കൊന്നും തോന്നുന്നില്ലേ? പറ അച്ചു, ഇപ്പോഴും നിനക്കൊന്നും തോന്നുന്നില്ലേ? അജു, ഞാൻ എന്തായി പോയി കേട്ടെ? എന്താ അർജുൻ ഇത്? ഞാൻ അർജുനൊരു സർപ്രൈസ് തരാൻ വന്നപ്പോഴേക്കും അർജുൻ എന്നെ സർപ്രൈസ് ചെയ്തല്ലോ. സോ എനിവേ, താങ്ക് യു അശ്വതി. നീ കാരണം അർജുൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കാൻ പറ്റില്ലേ?
നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിന്റെ അടുത്ത് ഞാൻ എൻ്റെ കൺമുന്നിൽ വരല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ കമോൺ അർജുൻ, ഞാൻ എൻ്റെ ഫിയാൻസിനെ വിട്ടല്ലാതെ വേറെ എങ്ങോട്ടാ പോവാ? അശ്വതി, യു നോ വൺ തിങ്, നെക്സ്റ്റ് വീക്ക് എൻ്റെയും അർജുൻ്റെയും എൻഗേജ്മെൻ്റ് ആണ്. നീ തീർച്ചയായും വരണം. എൻഗേജ്മെന്റോ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അതിന് ഇത് ഞാൻ തീരുമാനിച്ചതല്ലല്ലോ, നിന്റെ സ്വന്തം ഡാഡാ തീരുമാനിച്ചതും എന്നെ അറിയിച്ചതും. പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഓ മേ ബി നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും. ഹേ ജീന, അച്ചു നീ ഇവിടെ ഉണ്ടായിരുന്നോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ജീന എൻ്റെ ഫ്രണ്ടാ. അവളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ അർജുൻ്റെ എന്തോ ഇവൻ്റ് ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം. പിന്നെ അവളെ ഡ്രോപ്പ് ആക്കാമെന്ന് കരുതി കൂടെ അവളെ ഫിയാൻസിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി. ഭോഗം, ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യാവോ? യാ ഷുവർ, വൈ നോട്ട്, ബട്ട് ഓൺ കണ്ടീഷൻ. എൻ്റെ കൂടെ ഒരു കോഫി പ്ലീസ്. ഓക്കെ. താങ്ക് യു അച്ചു, താങ്ക് യു സോ മച്ച്. എന്നാ നമുക്ക് ഇറങ്ങിയാലോ അച്ചു? ആൻഡ് ജീന, അർജുൻ, പിന്നെ ഒരു ദിവസം കാണാം. എന്നാൽ നമ്മൾ ഇറങ്ങുക. ഓക്കെ, ബൈ. അർജുൻ നോക്കി നിന്ന് ബുദ്ധിമുട്ടണ്ട. ഷീസ് ഗോൺ ആൻഡ് വിൽ നെവർ കം ബാക്ക് മേ ബി. ഡി, എൻ്റെ കളി നീ അവസാനിപ്പിച്ചോ? അർജുൻ ആരാന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഫാദറിലോ ആയിരിക്കും അല്ലേ? എനിവേ, നമുക്ക് എൻഗേജ്മെൻറ്റിനെ കാണാം. ബൈ അർജുൻ. മോശമല്ല സത്യം, ഞാനും ജീനും റിലേഷൻഷിപ്പിലാണ്. ഉടനെ നമ്മുടെ കല്യാണം ഉണ്ടാവും. അശ്വതി, യു നോ വൺ തിങ്, നെക്സ്റ്റ് വീക്ക് എൻ്റെയും അർജുൻ്റെയും എൻഗേജ്മെൻ്റ് ആണ്. നീ തീർച്ചയായും വരണം. നീ വന്നായിരുന്നോ? നിന്റെ ലാപ്പ് എടുക്കുവാണേ. കമ്പനിയിൽ നിന്ന് ലാപ്പ് കേടായിപ്പോയി. ഓക്കെ. അല്ല, നീ വരുന്നില്ലേ കമ്പനിയിലോട്ട്? ഇല്ല, എനിക്ക് നല്ല തലവേദന, അതുകൊണ്ട് ഞാനില്ല. നിങ്ങൾ വെക്കോ. തലവേദനയാണോ? പനിയൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ജോണി, കുഴപ്പമൊന്നുമില്ല. ഒന്ന് കിടന്നാൽ ശരിയാവും. എന്നാ പോയി നീ റെസ്റ്റ് എടുക്കുക. അച്ചു, അത് പറഞ്ഞപ്പോഴാ നീ അറിഞ്ഞില്ലല്ലോ, മറ്റേ അവൻ്റെ എൻഗേജ്മെന്റ് ഓർപ്പിച്ചു, അതും ആ ജീനയുമായിട്ട്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അതെന്തിനാ നീ ഇവിടെ അടുത്ത് പറയുന്ന കേട്ടാ തോന്നും എവൾ അവൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. അവൻ്റെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചതിന് അവക്കെന്താ, അല്ലേ അച്ചു? എനിക്കെന്താ, എനിക്ക് ഒന്നുമില്ല. മതി, നീ പോയി റെസ്റ്റ് എടുക്കുക. തലവേദന കൂട്ടാൻ നിൽക്കണ്ട. നമ്മളെന്നാ ഇറങ്ങുക. സ്ഥലപുത്രൻ വന്നല്ലോ. ഡാഡും മോമും എപ്പോഴാ വന്നേ? മോനെ, നമ്മള് രാവിലത്തെ ഫ്ലൈറ്റിലേക്ക് വന്നു. അപ്പൊ നീ എല്ലാം അറിഞ്ഞാണല്ലോ. അതിലിനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇനി നിന്നെ അറിയിച്ചില്ലെന്ന് വേണ്ട. ഡാഡ്, എനിക്കിതിൽ താല്പര്യമില്ല. ഡാഡ് ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ തീരുമാനിച്ചേ? ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലെന്ന്. ഡാഡ് എന്നോടൊരു വാക്ക് ചോദിക്കാത്ത എന്താ? എനിക്കിതിൽ താല്പര്യമില്ല. ഓ, എൻ്റെ അടുത്ത് നീ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലേ? നീ ആക്സിഡൻ്റായി കാലൊടിഞ്ഞ് നടന്നിട്ട് എൻ്റെ അടുത്ത് എന്താ ഒരു വാക്ക് പറയാത്തത്? അത് ഞാൻ അപ്പോൾ നിന്റെ തന്ത എന്നുള്ള നിലയ്ക്ക് എനിക്കും നിൻ്റെ അടുത്ത് പറയാതെ തീരുമാനങ്ങളൊക്കെ എടുക്കാനറിയാം. ഡാഡ് പ്ലീസ്, ഇനി ഇതിലൊരു മാറ്റമില്ല. ഞാൻ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കും. നിനക്ക് പോവാം. ഡി അച്ചു, ഒന്ന് നിന്നെ. നീയല്ലേ എൻ്റെ ജാം എടുത്ത് ഒളിപ്പിച്ച് വെച്ചത്? എനിക്കറിയാം, മര്യാദയ്ക്ക് അതെവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. എനിക്കറിയാം, നീ നിന്റെ അടവൊന്നും ഉറക്കണ്ട. ശരി, ഞാൻ ദേഷ്യപ്പെടുത്തില്ല. ഇനി എവിടെ ഇരിക്കുന്നെന്ന് പറ. അച്ചു, കരയില്ലേ? എന്ത് കരയില്ലേ? പോട്ടെ, സാരമില്ല. ഇറ്റ്സ് ഓക്കെ. കരയില്ലേ? ഇറ്റ്സ് ഓക്കെ. ഒന്നുമില്ല. എല്ലാം അവളെ കാരണം. ജീന
ഷിറ്റ്. അച്ചു, നീ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഡാഡി വന്ന് നിന്റെ ഈ കളികളൊന്നും നടക്കില്ലെന്ന്. ഏട്ടൊന്ന് പോയോ, ഞാൻ സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല ഇരിക്കുന്നത്. ഓഹോ, അല്ല അന്ന് നീ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, നീ നോക്കിക്കോളാം, നീ മറിച്ചോളാം എന്നൊക്കെ. എന്താ ഇപ്പൊ എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഞാൻ കരുതിയത് നിന്റെ ലവ് സ്ട്രോങ് ആണ്, നീ അതിനു വേണ്ടിയെങ്കിലും നിന്റെ ഡാഡിനെ എതിർത്ത് സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നിന്റെ കാര്യം പോട്ടെ, ആ കൊച്ചിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും നീ ആലോചിച്ചു? അവള് നിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാം ആ കൊച്ചിന് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന്. നീ എന്താ എന്നത്തെ പോലെ ഡാഡി പറയുന്നത് അക്ഷരം തെറ്റാതെ കേൾക്കാൻ പോവാണോ? എടാ മോനെ, നമ്മുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കാൻ കുറെ ആൾക്കാർ കാണും. എന്നാൽ ആ ഡിസിഷൻ ഒന്ന് പാളിപ്പോയാൽ അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടത് നമ്മൾ മാത്രമായിരിക്കും. ആ ടൈമിൽ ആരും നമ്മളെ കൂടെ കാണത്തില്ല, പോരാത്തതിന് അവർ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. സോ ഇത് നിന്റെ ലൈഫാണ്, നീയാ ചൂസ് ചെയ്യേണ്ടത്. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഞാനെന്നാ പോവാ. ഏട്ടത്തി, അച്ഛൻ എവിടെ? പാവം, നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. റൂമിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അച്ചോള് നേരത്തെ കിടന്നു. എന്താ ഏട്ടത്തി, എന്ത് പറ്റി? ഇന്ന് ഞാനും എൻ്റെ അച്ഛനോട് അടുത്താ കിടക്കുന്നത്. നമുക്കിവിടെ കിടക്കാം. എന്നാ ഞാനും ഇങ്ങോട്ട് കിടക്കട സമാധാനം തരുത്തി. നിനക്കെന്താ എന്റെ അടുത്തുള്ള ദേഷ്യമുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ തോന്നിയോ? ആ തോന്നി. ഈ തുണി ഇരിക്കുമ്പോ ഇരിക്കുന്ന ആളുടെ മുഖത്ത് തെറിക്കാതെ ഇരിക്കാൻ നോക്കൂ. ഓ, എന്താടി നിന്റെ പ്രശ്നം? എനിക്കറിയാം നീ കാണിക്കുന്നതൊക്കെ ഇന്നലെ നടന്നതിന്റെ പേരിലല്ലേ. ഓ, അപ്പൊ മഹാൻ അറിയാം. മര്യാദക്ക് ഇത് ക്യാൻസൽ ആക്കിയോ, ഇല്ലെങ്കിൽ എന്നെ തനി സ്വരൂപം ഇയാൾ കാണും. ഡാഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ എൻഗേജ്മെന്റ് നടക്കത്തില്ല. എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടം. ആരാടാ സുന്ദരി കുട്ടി? എനിക്കത് ഇപ്പൊ പറയാൻ പറ്റത്തില്ലമ്മേ, ഞാൻ ഉടനെ പറയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ എതിർത്താലും ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ മാത്രമായിരിക്കും. എല്ലാരും ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രശ്നം? ഞാൻ ഓക്കെ. അപ്പോ ഡാഡിന് ഇതില് ഒരു എതിർപ്പും ഇല്ലേ? നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നതില് എനിക്കെന്താ എതിർപ്പ്? ശരിക്കും എന്നാ ഞാൻ അവളെ പോയിന്ന് കണ്ടോട്ടെ. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർക്കാനുണ്ട്. നീ പോയിട്ട് വേടാ മോനെ. അപ്പോ ഇന്നലെ കാണിച്ച പ്രകടനങ്ങളൊക്കെ എന്തിനായിരുന്നു? നിന്നെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കാനായിരുന്നു എന്റെ ഈ പ്രകടനങ്ങളൊക്കെ. താങ്ക് യു ഡാഡ്, താങ്ക് യു സോ മച്ച്. എന്നാ ഞാൻ അവളെ പോയി കണ്ടിട്ടെ. ചെല്ല്. എനിക്ക് അപ്പഴേ അറിയാറുണ്ട്. I love you, hubby. അച്ചു, ഒന്നിങ്ങി വന്നേ. എന്താ ഏട്ടത്തി? ഏട്ടത്തി, ഞാൻ പോവാം. മോളെ, ഒരു സെക്കൻഡ് നീ അവര് പറയാനുള്ളത് എന്താന്ന് വെച്ചാ കേക്ക്. അച്ചു, അന്ന് പറഞ്ഞതൊക്കെ ഞാനൊന്നും മീൻ ചെയ്തുകൊണ്ടല്ല പറഞ്ഞത്. ആൻഡ് എൻഗേജ്മെന്റ് കാര്യം എൻ്റെ അറിവില്ലാതെയാണ് നടന്നത്. ഞാൻ ഡാഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് എനിക്ക് താല്പര്യമില്ല എന്ന്. എൻഗേജ്മെന്റ് ക്യാൻസലാക്കി. ഞാൻ ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഒരേ ഒരു പെൺകുട്ടിയാ, അത് നീയാ. എനിക്കൊന്നും കേക്കണ്ട ഏട്ടത്തി, അവരുടെ അടുത്ത് പോകാൻ എന്നെ വീട്. എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ വീടാ, എന്നെ വീടാ. നീ ചെല്ല, അടുത്ത് പോയി സംസാരിക്കും. ഇതാ ഈ സ്പെയർ ക്രീം കൂടെ വെച്ചോ, ആ മുകളിലത്തെ റൂമിൽ കാണാം. ഇത്തിരി വാശി പിടിച്ച് കൂട്ടത്തില്ല. ചെന്ന് സംസാരിച്ച തീരാന്ന പ്രശ്നമുള്ളൂ. അന്ന് എന്നെ കൈപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് സഫറിങ് കൊണ്ടുവരുന്നു? അവൻ ആരാന്ന് അവൻ്റെ വിചാരം? ഒരു അർജുൻ ദൈവം വന്നേക്കുന്നു. അച്ചു, അതിലുറക്ക. ഇഡിയറ്റ്. അച്ചു, ഇപ്പോഴേട്ടത്തി എന്തിനാ കീയെന്നു മനസ്സിലായത്. പോയിടന്ന്, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ല. പോ അച്ചു, പ്ലീസ്. അച്ചു, പ്ലീസ് പ്ലീസ് അച്ചു, പ്ലീസ്. ഐ ആം റിയലി സോറി. പ്ലീസ് അച്ചു, അതെൻ്റെ മിസ്റ്റേക്കാ. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഐ ആം സോറി അച്ചു, ഐ ആം റിയലി സോറി. ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. പ്ലീസ് അച്ചു.
പിന്നെ എനിക്കിപ്പോഴും പ്രശ്നമില്ല ഞാനൊരു റിലേഷൻഷിപ്പിലായാലും. കൊല്ലില്ല നിന്നെ ഞാൻ. അച്ചു, ഐ ലവ് യു. എന്താ അളിയ ഈ നടുരാത്രി കാണണമെന്ന് പറഞ്ഞത്, അതും ഇവിടെ? അളിയോ, അളിയ ഏത് ലോകത്താ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? നമുക്ക് അങ്ങോട്ട് നടന്നുകൊണ്ട് പോയി സംസാരിക്കാം. ഓക്കെ, എന്നാ വാ നടക്കാം. അല്ല, എന്താ അളിയ കാര്യം? എന്താ ഇത്ര അത്യാവശ്യമായിട്ട്? നിനക്കിപ്പോ കാര്യം അറിയില്ലല്ലേ? യു ബ്ലഡി റാസ്കൽ. അളിയ, എന്തൊരു അളിയ, നിന്റെ അടുത്ത് ഞാൻ ഒരു തവണ വാങ്ങി തന്നതാ അവളെ കരയിപ്പിക്കില്ലെന്ന്. അളിയ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാ. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് മനസ്സിലാക്കാനാടാ? അളിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങളൊന്നും അറിയാതെ കാണിച്ചു കൂട്ടുന്നത്. സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്ന് ടൈം താ. നിനക്ക് ഈ കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. എൻ്റെ 2 ഇടിയും വേസ്റ്റായി. അതെങ്ങനെ അടീൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അത് വിട്. ഐ ആം ദി സോറി അളിയ. ഓഹ്, നിന്റെ മുഖത്ത് നല്ല പാടുണ്ടല്ലോ. അച്ചു ഇത് കാണാൻ എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഒരു കാര്യം ചെയ്യും, ഒരടി നീ എന്നെ ഇടിച്ചോ. അത് വേണോ അളിയ? നീ ഇടിക്കടാ, ഒരിടിയല്ലേ? അത് ഞാൻ കൊണ്ടോളാം. നീ ഇടി. എല്ലാം അളിയൻ പറയുന്ന പോലെ. അമ്മേ, എന്താ ഒരു ആത്മാർത്ഥത. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അളിയ വേദനിച്ചോ? ഇല്ലല്ലോ. ഹേയ്, ഒട്ടുമില്ല. എന്നാണ് ആ പിള്ള അവിടെ തന്നെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. നൈസ് പ്ലേസ്. ഇതാര് പറഞ്ഞു തന്നതാ ഈ ഏരിയ? ആക്ച്വലി ഇത് വാസുവിൻ്റെ ഏരിയ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ. 5, 4, 3, 2, 1. வாடகை வாங்கி விழி